റോമാലേഖനം 14-9 മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. റോമാലേഖനം 14-9 ക്രിസ്തുവിൻ്റെ ആധിപത്യത്തെ പ്രഖ്യാപിക്കുന്നു. ഈ വചനം പഴയ നിയമത്തിലെ മശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. 110 സങ്കീർത്തനം 1 യഹോവ എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ഈ വചനം മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും മേൽ ക്രിസ്തുവിനുള്ള അധികാരം സൂചിപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 45-23 എൻ്റെ മുൻപിൽ എല്ലാ മുഴംകാലും മടങ്ങും. ഈ വാക്യം ക്രിസ്തു സകലത്തിൻ്റെയും കർത്താവാണ് എന്ന പൗലോസിൻ്റെ വാദത്തിന് ആധാരമാണ്. 16 സങ്കീർത്തനം 10 നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല എന്ന വാക്യം മരണത്തെ ജയിച്ച് ഒരുവൻ കർത്താവാകും എന്നതിൻ്റെ സൂചനയാണിത്. വിശുദ്ധ പൗലോസ് ഈ വചനം പരിശുദ്ധാത്മാവിനാൽ ഇവിടെ എഴുതുവാൻ കാരണമെന്താണ്? റോമാസഭയിലെ വിശ്വാസികൾ വിധി ന്യായങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്നും എല്ലാവരുടെയും ഏക യജമാനൻ ക്രിസ്തുവാണെന്നും അവരെ ബോധ്യപ്പെടുത്താനാണ് പൗലോസ് ഇത് എഴുതിയത്. ക്രിസ്തു തൻ്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും സകലത്തിൻ്റെയും അഥവാ മരണാനന്തര ലോകത്തിൻ്റെയും ലൗകിക ലോകത്തിൻ്റെയും അധികാരം നിയമപരമായി നേടിയെടുത്തു എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. ഈ വചനത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ: 1. മരണം ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ അവസാനമല്ല, മറിച്ച് മരണത്തിന്മേലും അവന് അധികാരമുണ്ട്. അതുകൊണ്ടാണ് അവൻ മരിച്ചവരുടെയും കർത്താവാകുന്നത്. 2. നാം ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനോടാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത്, മറ്റു മനുഷ്യരോടല്ല. 3. നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ചവൻ ആയതുകൊണ്ട് മരണത്തിന് അപ്പുറവും നാം അവൻ്റെ സുരക്ഷിതമായ ഭരണത്തിന് കീഴിലായിരിക്കും. ചുരുക്കത്തിൽ, മരണവും പുനരുത്ഥാനവും വഴി യേശു പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിപനായി തീർന്നു. അവനാണ് നമ്മുടെ ഏക വിധികർത്താവും യജമാനനും. ഇന്ന് ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.